ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ശബരിമലയിൽ ദേവഹരിതം തെച്ചിപ്പൂങ്കാവനം. 2000 തൈകൾ നട്ട് വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ്. 45 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹൈബ്രിഡ് ഇനം തെച്ചി തൈകൾക്കൊപ്പം മുല്ല, ഗണപതി നാരങ്ങ എന്നിവയുടെ തൈകളും നട്ടുപിടിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ തരിച്ചുകിടക്കുന്ന ഭൂമികളിൽ പുഷ്പങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഉദ്യാനം ഒരുക്കുന്ന പ്രവർത്തനം സുരേഷ് ഏറ്റെടുത്തത്. മുൻപ് പാർലിക്കാട് സ്വന്തം സ്ഥലത്ത് തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾക്കായി സൗജന്യമായി പുഷ്പങ്ങൾ നൽകാൻ സുരേഷ് ഒരുക്കിയ പുഷ്പ ഉദ്യാനവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. പാലക്കാട് നിന്നും ആദ്യ പൂക്കൂട ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായി ഏറ്റുവാങ്ങാൻ തന്ത്രി ജോനസ് ദിനേശ് നമ്പൂതിരിപ്പാട് എത്തിയതും ഭക്തന്റെ ആത്മസമർപ്പണത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി. തുടർന്നാണ് ശബരിമലയിലും ഉദ്യാനം ഒരുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥിനെ സമീപിച്ചത്. വിശ്വാസപുണ്യം മുറുകെ പിടിച്ച ഭക്തന് പൂർണ്ണ പിന്തുണ നൽകി ഉദ്യാനത്തിനും മറ്റ് ദേവസ്വം അധികൃതരും ഉൾപ്പെടെ നിലകൊണ്ടതോടെ പുണ്യപൂങ്കാവനത്തിൽ പുതുചരിത്രം പിറന്നു. കാനനവാസന പൂജാപുഷ്പങ്ങൾ ലഭിക്കാൻ പൂന്തോട്ടം ഒരുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നതായി ഐശ്വര്യ സുരേഷ് പറയുന്നു. നമസ്കാരം. ശബരിമലയിൽ ദേവസ്വം അനുമതിയോടുകൂടി ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി കുംഭം 1 തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ആദ്യത്തെ കാശ് ഗുരുവായൂർ തന്ത്രിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് അത് ചെയ്തത്. അത് ഇങ്ങനൊരു ആവശ്യം ശബരിമലയിൽ AO ബിജു സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് ഏകദേശം 2000 തെച്ചി, തുളസി മുതലായ മുല്ല എല്ലാം നല്ല രീതിയിൽ അവിടെ വെച്ച് പിടിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റാണ്, ഇതിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രശാന്ത് സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആൾ പറഞ്ഞിരുന്നു, തരിശായി ക്ഷേത്രത്തിൽ തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പൂജാതി പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ഇതുണ്ടായി. ഇത് മാത്രമല്ല, ഇത് ഈ തെച്ചി പരിപാലിക്കുന്ന ദേവസ്വം ബോർഡ് 2 ജീവനക്കാരെ ഇത് പരിരക്ഷിക്കാനായിട്ട്, അത് സംരക്ഷിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമായിട്ട് കാണണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ട് ഭാഗ്യമായിട്ട് കണക്കാക്കണം. അത് ഒരുപാട് ആൾക്കാരുടെ ദേവസ്വത്തിൻ്റെയും മറ്റ് പല ആൾക്കാരുടെയും നല്ലൊരു സഹകരണം ഇതിലുണ്ടായിട്ടുണ്ട്. ഇതിന് മുഖ്യമായിട്ട് ഇപ്പോൾ ഷിജു ജയൻ, അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ മോനായിട്ടുള്ള പ്രതികരണം കൂടി ചേർന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നിർധന വിഭാഗങ്ങൾക്ക് കരുതൽ ഒരുക്കിയതും അശരണർക്ക് ആശ്രയമേകിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ഈ വടക്കാഞ്ചേരി സ്വദേശി. ന്യൂസ് ഡെസ്ക് CCV.